ഹായ്, ഇസ്മി ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് മോഹൻലാൽ. ലാലേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട ലാലേട്ടൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് സിനിമകൾ, ഒരുപാട് എൻ്റർടൈനിങ് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്നിരുന്നാലും ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് താണ്ഡവമാണ്. 2002 പുറത്തിറങ്ങിയ സിനിമ. ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ലാലേട്ടൻ്റെ മാസ് ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളും കൊണ്ട് തന്നെ ഇപ്പോഴും ഇരുന്ന് കാണുന്ന ഒരു സിനിമയാണ്. ടി വിയിലും ഫോണിലും കാണുന്ന ഒരു സിനിമയാണ് താണ്ഡവം എന്നത്. നമ്പർ 9 താളവട്ടം. 1986 പുറത്തിറങ്ങിയ സിനിമ. പ്രിയദർശനായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. മനോഹരമായ ഗാനങ്ങൾ, പ്രത്യേകിച്ച് പൊൻവീണ എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം, അതോടൊപ്പം കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന് എന്ന് തുടങ്ങുന്ന ആ ഗാനം, അങ്ങനെ ഗാനങ്ങൾ ഇപ്പോഴും മൈ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ്. മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ഉള്ളൊരു സിനിമയാണ് താളവട്ടം എന്നത്. നമ്പർ 8 തേന്മാവിൻ കൊമ്പത്ത്. 1994 പുറത്തിറങ്ങിയ സിനിമ. പ്രിയദർശൻ തന്നെയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ലാലേട്ടൻ്റെയും നെടുമുടി ചേട്ടൻ്റെയും കോമഡി രംഗങ്ങളും ശ്രീനിവാസൻ ചേട്ടൻ്റെയും കോമഡി രംഗങ്ങൾ കൊണ്ടും, പ്രത്യേകിച്ച് കുതിരോട്ടം പപ്പു ടാസ്ക് വിളിയട എന്നുള്ള ആ ഒരു കോമഡി രംഗങ്ങളൊക്കെ കൊണ്ടും ഇന്നും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത് എന്നത്. നമ്പർ 7 ചതുരംഗം. 2002 പുറത്തിറങ്ങിയ സിനിമ. കെ മധുവായിരുന്നു ചിത്രം സംവിധാനം ചെയ്യുന്നത്. കോട്ടയം എന്നൊരു വികാരം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ സിനിമ എപ്പോൾ വന്നാലും ഇരുന്ന് കാണും. റിപ്പീറ്റ് അടിച്ച് കാണുന്നൊരു ചിത്രമാണ്. ആറ്റിപ്പാക്കൽ ജിമ്മി എന്ന കഥാപാത്രം കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള പാല, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം എന്നൊക്കെ പറയുന്ന ആ ഡയലോഗുകളൊക്കെ കൊണ്ടും എന്തോ കോട്ടയം എന്നുള്ള വികാരം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയാണ്. നമ്പർ 6 കിലുക്കം. 1993 പുറത്തിറങ്ങിയ സിനിമ. പ്രിയദർശനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മനോഹരമായ ഗാനങ്ങൾ, അതോടൊപ്പം മനോഹരമായ കോമഡി രംഗങ്ങൾ, ജഗതിച്ചേട്ടനും ലാലേട്ടനും അതോടൊപ്പം രേവതി ചേച്ചിയും കൂടെയുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഇപ്പോഴും ചിരി പടർത്തും. പ്രത്യേകിച്ച് അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ ഒരു കോമഡി സീനുകളൊക്കെ എപ്പം കണ്ടാലും ചിരി പടർത്തുന്ന മനോഹര ഒരു ചിത്രമായിരുന്നു കിലുക്കം എന്നത്. നമ്പർ 5 നാടുവാഴികൾ. 1989 പുറത്തിറങ്ങിയ സിനിമ. ജോഷിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ലാലേട്ടനും മധുസാറും തകർത്ത് അഭിനയിച്ച ചിത്രം. വളരെയധികം, പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വളരെ നല്ലൊരു ചിത്രം, നല്ലൊരു മികച്ച ഒരു ഫീൽ ഗുഡ് മൂവി നാടുവാഴികൾ. നമ്പർ 4 1997 പുറത്തിറങ്ങി ഇൻഡസ്ട്രി ഹിറ്റടിച്ച 6-ാം തമ്പുരാൻ. ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മാസ് രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും അടിപൊളി ഡയലോഗുകളും കൊണ്ട് വളരെയധികം ഹിറ്റായൊരു സിനിമയായിരുന്നു. മലയാളക്കര ഏറ്റെടുത്ത സിനിമയായിരുന്നു 6-ാം തമ്പുരാൻ എന്നത്. നമ്പർ 3 നരസിംഹം. 2000 പുറത്തിറങ്ങിയ സിനിമ. ഷാജി കൈലാസ് തന്നെയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. പൂവള്ളി ഇന്ദുചൂടൻ എന്ന കഥാപാത്രം, അതോടൊപ്പം നീ പോ മന ദിനാശ എന്നുള്ള ഡയലോഗും മലയാളക്കര ഏറ്റെടുത്ത ചിത്രം നരസിംഹം. നമ്പർ 2 1993 പുറത്തിറങ്ങിയ സിനിമ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ ലാലേട്ടൻ്റെ സിനിമകളിലൊന്ന് മണിച്ചിത്രത്താഴ്. ഫാസിലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്നത്. അതിൻ്റെ നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ലാലേട്ടൻ ചിത്രം. 2001 പുറത്തിറങ്ങിയ സിനിമ. രഞ്ജിത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. രാവണപ്രഭു, ദേവാസുരത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, മംഗലശ്ശേരി കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികേയനും കൂടെ കേരളം കീഴടക്കിയ ആ ഒരു സിനിമ. അത് എന്താണെന്നറിയില്ല, എപ്പോൾ വന്നാലും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട ചിത്രം രാവണപ്രഭുവാണ്. പ്രത്യേകിച്ച് അതിലെ ഡയലോഗുകൾ, ലാലേട്ടൻ്റെ മാസ് സീനുകൾ, ആക്ഷൻ സീനുകൾ, ഇൻട്രോ സീനൊക്കെ വേറെ ലെവലാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രം വളരെയധികം ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ചിത്രങ്ങളിലൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ, ലാലേട്ടൻ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാവണപ്രഭു ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാൻ. അതുവരെയും ടേക്ക് കെയർ, ബൈ.